മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പായസമാണ്. നാളെ വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിനായക ചതുർത്ഥിക്ക് തമിഴ്നാട്ടിലൊക്കെ വെക്കുന്ന ഒരു രീതിയിലുള്ളൊരു പായസമാണിത്. എല്ലാവരും നാളെ ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് പച്ചരിയാണ് വേണ്ടത്. നമ്മളെ പൊന്നി പച്ചരിയാണിത്. അതൊരു 3/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പാണ്. അതേ ഗ്ലാസ്സിന് അതുപോലത്തെ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ ആവശ്യത്തിന് ശർക്കര. ഞാൻ ഇതുപോലത്തെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്കിതിൽ അവസാനം വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം തയ്യാറാക്കേണ്ടത്. നമുക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ തിരുമ്മിയിട്ട് വേണം അതിൻ്റെ പശ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഇതുപോലെ കഴുകിയെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിൽ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് അവിടെ വയ്ക്കാം. കുറച്ച് കുതിർന്ന് കിട്ടേണ്ട ആവശ്യമുണ്ട്. അത് വെള്ളം ഒഴിച്ച് അവിടെ വയ്ക്കുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ചെറു തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റോളം വറുക്കുമ്പോഴേക്കും അത് നമുക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടും. ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എത്രയും മതി. കളർ ചേഞ്ചായി വന്നത് കണ്ടില്ലേ? അത്രയും മതി. ഇനി നമുക്ക് ഇതും സ്റ്റൗവ് കെടുത്തിയിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് ഇതും കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വറുത്ത ശേഷമാണ് ഇത് കഴുകേണ്ടത്. കഴുകിയെടുത്ത ശേഷം നമുക്ക് ആദ്യം കുതിരാൻ വെച്ച വെള്ളത്തിലേക്കാണ് അതും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടി ഏകദേശം 1 മണിക്കൂർ നേരം രണ്ടും വെള്ളത്തിൽ കിടന്ന് നമുക്ക് കുതിർന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ഒന്ന് കഴുകിയിട്ട് അതും കുതിരാനായിട്ട് വെക്കണം. ഇനി നമുക്ക് പായസം വെക്കാനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം ഗ്യാസിൽ വെക്കാം. അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു. പശുവും പാല്, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പച്ചപ്പാൽ ഒഴിച്ചാലും മതി. പിന്നീട് നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കണം. നമ്മൾ അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിനാണ് ഈ വെള്ളത്തിൻ്റെ അളവും പാലിൻ്റെ അളവും വേണ്ടത്. 1 ഗ്ലാസ് പാല്, 3 ഗ്ലാസ് വെള്ളം, മൊത്തം ഇപ്പം 4 ഗ്ലാസ്സായി നമ്മൾ ഒഴിക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് വരണം. ഈ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും അത് തിളച്ച് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ. വെള്ളം ഒഴിച്ചതുകൊണ്ട് കൂടുതൽ അടിയിലൊന്നും ഇത് പിടിക്കില്ല. പാല് മാത്രമല്ലല്ലോ നമ്മൾ ഒഴിച്ചത്. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് കിട്ടിയ ശേഷം നമ്മൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഈ കുതിരാൻ വെച്ചത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട്. അതും ഇതിലേക്ക് ചേർക്കണം. ആ വെള്ളം കളയരുത്. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടണം. നമ്മളിത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളിത് 1 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ചത്. മറ്റത് നമുക്ക് വല്ലാതെ ഉടഞ്ഞ് വെന്ത് പോകുള്ളൂ കുക്കറിൽ വെച്ചാൽ. ഇതിങ്ങനെ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ആയിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ പായസത്തിന് സ്വാദ് കിട്ടുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി അടിയിൽ പോയിട്ട് കിടക്കും അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒരുപോലെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ആ വെള്ളം വറ്റി വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും നമുക്ക് ഈ പായസത്തിൻ്റെ അരിയും പരിപ്പും കടലപ്പരിപ്പും എല്ലാം വെന്ത് കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. നന്നായി വെന്ത് കിട്ടും. ഇങ്ങനെ വെച്ചാലും ഉടഞ്ഞു പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ.
കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഉടഞ്ഞു പോയി അതിനൊരു ടേസ്റ്റ് വ്യത്യാസമാണ് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം. വെള്ളം വറ്റണ വരെ നമ്മളത് ക്ഷമോട് കൂടിയിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചാലാണ് ഇത് വെന്ത് കിട്ടുന്നത്. നമ്മൾ ചോറിനൊക്കെ വയ്ക്കുമ്പോൾ അരി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ, അതുപോലെ ഇതും വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം വേണം. ഇനി നമുക്ക് കുറച്ച് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള നെയ്യിന്ന് ഒരു ചെറിയ ടീസ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും എന്നാലും ഇത് അടിയിൽ പിടിക്കില്ല. നെയ്യിൻ്റെ ടേസ്റ്റാണ് ഈ പായസത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഇനി ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ഭാഗത്തോളം ആദ്യം ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മധുരം ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മതി ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല മധുരമാണെങ്കിൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഞാൻ നോക്കിയപ്പോൾ കമ്മിയായിട്ട് തോന്നി, അതുകൊണ്ട് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. ഇനി അതിലെ ശർക്കരയുടെ കഷ്ണങ്ങളും ഒക്കെ കിടക്കുന്നത് നന്നായിട്ട് തവി വെച്ചിട്ട് ഉടച്ച് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ കല്ലും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അതിൻ്റെ അലിയിപ്പിച്ച ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തു. കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ആ ശർക്കര പൊടിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്തത്. നല്ല ചൂടുള്ള പായസത്തിലേക്കാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് എല്ലാതും നല്ലതുപോലെ അലിഞ്ഞ് പായസത്തിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ടിയായിട്ട് വരുന്നുണ്ട്. എത്രയും മതി. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും എല്ലാം ആ അരിയുടെ കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് നമ്മളത് റെഡിയാക്കിയിട്ട് എടുക്കണം. മധുരമൊക്കെയും പാകമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടുതലാവരുത്. ശർക്കരയിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് അത് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് വറുത്ത് ചേർക്കണം. ബാക്കി വന്ന നെയ്യ് മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തു. ആദ്യം നാളികേരക്കൊത്താണ് നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ട, കാരണം കൂടുതൽ അതിനാണ് മൂത്ത് കിട്ടാനുള്ളത്. അതൊരു ബ്രൗൺ കളറാവണ വരെയൊക്കെ വേണം. ഏകദേശം അത് പകുതി ആയി കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം. അതിനുള്ള നെയ്യാണ് നമ്മൾ മാറ്റി വെച്ചിരുന്നത്. ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഇത് സ്റ്റൗ ഓഫ് ചെയ്യണതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് മുന്തിരിയും കൂടിയും ചേർത്ത് ആ മുന്തിരി നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഏകദേശം എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിൽ ചേർത്ത് ഇളക്കുകയാണ് വേണ്ടുള്ളൂ. മുന്തിരി കണ്ടോ, ഇതുപോലെ വീർത്ത് വരണം. അത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു പ്രത്യേക രുചിയാണ് ഈ പായസത്തിന്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് നമുക്കൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇരുന്നാൽ ഒന്നും കൂടിയും കട്ടിയായിട്ടാണ് കിട്ടുക. എന്നാലും ഒരു കുഴപ്പമില്ല. നമുക്കിത് വെള്ളത്തിൻ്റെ അംശം വളരെ കമ്മിയാവും ഈ പായസത്തിൽ. നല്ല ടേസ്റ്റാണ് ഇത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.